സർവേ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടോകാഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ചില ടിപ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചില കമൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന കമൻറ്റാണ് ഫയൽ ഡയ. എന്താണ് ഫയൽ ഡയ? ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ന്യൂ ഫയൽ അല്ലെങ്കിൽ സേവ് അല്ലെങ്കിൽ ഓപ്പൺ എ ഫയൽ അല്ലെങ്കിൽ സേവ് ആസ് എ ഫയൽ എന്നിവ ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുകയും നമ്മൾ അതിനകത്ത് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് പേര് കൊടുക്കുക അല്ലെങ്കിൽ ഫയൽ സെലക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫയൽ സേവ് ചെയ്യുമ്പോൾ ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടാതെ വരുന്നൊരു സാഹചര്യം ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. ആ ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടാതെ പകരം താഴെ കമൻറ്റ് ബോക്സിനകത്ത് അല്ലെങ്കിൽ കമൻറ്റ് ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഫയൽ നെയിം അല്ലെങ്കിൽ ഫയലിൻ്റെ വേർഷൻ എന്നിവ ടൈപ്പ് ചെയ്യാനൊരു ഓപ്ഷനാണ് കാണുന്നത്. ടൈപ്പ് ചെയ്തിട്ട് ഫോർവേഡ് സ്ലാഷ് അടിച്ച് ടൈപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ചില സമയത്ത് വരിക. അത് പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ മാറ്റി നമ്മൾ കറക്റ്റ് നമ്മൾ ന്യൂ ഫയൽ അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന സമയത്ത് ബോക്സ് പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമൻറ്റാണ് ഫയൽ ഡയ. ഞാനത് കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ന്യൂ ഫയൽ കൊടുക്കാം. ന്യൂ ഫയൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബോക്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. പകരം താഴെ യൂസേഴ്സ് ലോഗോൺ ആപ്പ് ഡാറ്റ ലോക്കൽ ഓട്ടോഡെസ്ക് സിവിൽ 3D 2012 ടെംപ്ലേറ്റ് ഓട്ടോകാഡ് എന്ന് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം, വേറൊരു ഓപ്ഷൻ കൂടി നോക്കാം. സേവ് ക്യൂ സേവ് ആണ്. സേവ് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സേവ് ചെയ്ത ഫയലായത് കൊണ്ടാണ് ക്യൂ സേവ് വന്നത്. തീരെ സേവ് ചെയ്യാത്ത ഒരു ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ വരില്ല. സേവ് ആസ് കൊടുത്തു കഴിഞ്ഞാലും സെയിം അവസ്ഥ, ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നില്ല. പകരം 2010 അല്ലെങ്കിൽ 2007 വേർഷൻ ടൈപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പുതിയൊരു ഫയലിൻ്റെ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഫയൽ ഡയ എന്ന കമൻറ്റ് ടൈപ്പ് ചെയ്യുക. ഫയൽ ഡയ, എൻ്റർ. ഫയൽ ഡയ എൻ്റർ ന്യൂ വാല്യൂ ഫോർ ഫയൽ ഡയ. ഈ ഫയൽ ഡയ വാല്യൂ 0 ആകുന്ന സമയത്താണ് ഇങ്ങനെ ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടാതെ വരുന്നത്. നമ്മൾ 1 ടൈപ്പ് ചെയ്യാം, 1 കൊടുത്ത് നോക്കാം. വാല്യൂ 1, എൻ്റർ. ഇനി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ന്യൂ ഫയൽ, ഇപ്പോൾ ബോക്സ് പ്രത്യക്ഷപ്പെട്ടു, ഡയലോഗ് ബോക്സ് വന്നു. അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കുമ്പോഴും ഡയലോഗ് ബോക്സ് വന്നു. ഇതാണ് ഇന്നത്തെ ഒരു ടിപ്പ്. ഇനി നമുക്ക് മറ്റൊരു ടിപ്പിലേക്ക് പോകാം. ഓട്ടോ സേവ്. നമ്മൾ പലരും ഓട്ടോകാഡിനകത്തൊരു ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോകാഡ് ക്രാക്ക് വേർഷൻ ആയതുകൊണ്ട് ഡൗൺ ആയി പോകാറുണ്ട് ചില ആൾക്കാർക്ക്. അതുപോലെ കറണ്ട് പോവുക, അല്ലെങ്കിൽ ബാറ്ററി ലാപ്ടോപ്പ് ആകുമ്പോൾ ബാറ്ററി ഡൗൺ ആയി പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ വരച്ച് കൊണ്ടിരിക്കുന്ന ഒരു ഫയൽ നഷ്ടപ്പെട്ടു പോകും. നമ്മളത് സേവ് ചെയ്തിട്ടില്ല എങ്കിൽ സാധാരണ നമ്മൾ Ctrl+S അടിച്ചാണ് സേവ് ചെയ്യാറ്. നമ്മളത് മറന്നു പോകും, അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു പഴയ ഡ്രോയിങ് എടുത്തിട്ട് അതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ മോഡിഫിക്കേഷനൊക്കെ വരുത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അർജൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫയൽ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പവർ നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായി മാറും. നമ്മൾ രണ്ടാമത് വരച്ചെടുക്കേണ്ടി വരും. ഈ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് ഓപ്ഷൻസ് എടുക്കാം. ഓപ്ഷൻസിനകത്ത് ഓപ്പൺ ആൻഡ് സേവ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാം ഫയൽ സേഫ്റ്റി പ്രിക്കോഷൻസിനകത്ത് ഓട്ടോമാറ്റിക് സേവ്. ഈ ബോക്സ് എപ്പോഴും നമ്മൾ ടിക്കിട്ടിരിക്കണം. ഓക്കെ. അതിനുശേഷം മിനിറ്റ്സ് ബിറ്റ്വീൻ സേവ്സ്. ഓരോ 10 മിനിറ്റിലും നമ്മൾ ഓട്ടോകാഡ് എന്ത് ചെയ്യും, നമ്മൾ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് സേവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് 5 ആക്കി മാറ്റി കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ഈ ഓട്ടോകാഡ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെ സേവ് ചെയ്യും. ഇതാണ് നമ്മൾ ഈ ഒരു സെറ്റിങ്സ് കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടുന്നത്. ഇവിടെ നമുക്ക് വേറെ കാര്യം കൂടെ വെക്കണം. സേവ് ആസ് ഓട്ടോകാഡ് ഡ്രോയിങ് ഫോർ 2010 നമ്മളിവിടെ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 2007 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഓട്ടോകാഡ് ഡ്രോയിങ് വരച്ച് കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് നമ്മൾ പുതിയ വേർഷനകത്ത് ഓട്ടോകാഡ് വരച്ചാൽ പഴയതിൽ ഓപ്പൺ ആവില്ല എന്നൊരു വിഷയം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. എന്നിട്ട് നമ്മൾ
നമ്മുടെ കയ്യിൽ പഴയ വേർഷൻ ഓട്ടോകാഡ് ഉണ്ടാവില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഫയൽ സേവ് ആസ് എപ്പോഴും നമ്മുടെ കോമൺലി എല്ലാവരും സേവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഒരു വേർഷനാണ് 2007. അപ്പോൾ 2007 സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ വരക്കുന്ന ഫയലെല്ലാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ 2007 ഫോർമാറ്റിലാണ് സേവ് ആയി പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ, ഒരു ഓട്ടോകാഡിനകത്ത് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ, ഒരു ഡ്രോയിങ് നമ്മൾ വരച്ചെടുത്തു, എന്നിട്ട് നമ്മളത് സൂം ചെയ്തു. ഇപ്പോൾ ഒരു ബോക്സ് വരച്ചു, സൂം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അകത്ത് കുറച്ച് ലൈൻസൊക്കെ വരച്ചെടുത്തു. ഇങ്ങനെയൊക്കെ നമ്മൾ വരച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഇതിനെ സാധാരണ ഈ മുഴുവൻ സ്കെച്ച് നമ്മൾ വരച്ചത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ്, ഒന്നുകിൽ സൂം എൻ്റർ അടിക്കും, അല്ലെങ്കിൽ സൂം എക്സ്റ്റൻസ് അടിക്കും, അല്ലെങ്കിൽ സൂം ഓൾ അടിക്കും. ഈ സെഡ് എൻ്റർ, എ എൻ്റർ, സെഡ് എൻ്റർ, ഇ എൻ്റർ. ഇനി അതുമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് ഇതിനകത്ത് സൂം എടുത്ത് വീണ്ടും റൈറ്റ് ക്ലിക്കിൽ സൂം ഒറിജിനൽ, സൂം എക്സ്റ്റൻസ്, ഇങ്ങനെ ഒരു ഓപ്ഷൻസാണ് എടുക്കാറുള്ളത്. പകരം വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്, നമുക്ക് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ, ഈ സ്ക്രോൾ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സൂം എക്സ്റ്റൻസ് എന്ന ഒരു ഓപ്ഷൻ. നമുക്ക് മൗസിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ നമ്മൾ ആ ഓട്ടോകാഡ് ഫയലിനകത്തുള്ള എല്ലാ സ്കെച്ചുകളും ഒരു വിൻഡോയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് വേറൊരു ടിപ്പ്. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. മൊക്കോറോ എന്നൊരു ടിപ്പാണ് പരിചയപ്പെടുത്തുന്നത്. മൊക്കോറോ എന്ന് പറഞ്ഞാൽ മൂവ് എന്നതിൻ്റെ MOയും കോപ്പിയുടെ COയും റൊട്ടേറ്റിൻ്റെ ROയുമാണ് മൊക്കോറോ. ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മൾ വരച്ചെടുത്തു, ഇത് സാമ്പിളാണ് ഞാൻ വരച്ചതാണ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ വരച്ചെടുത്തു. നമ്മൾ സാധാരണ മൂവ് ചെയ്യാൻ ഒന്നുകിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യും, എന്നിട്ട് M അടിച്ച് അല്ലെങ്കിൽ MO അടിച്ചിട്ട് മൂവ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യാൻ ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലോക്കാക്കി മാറ്റിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും അല്ലേ. അതിന് പകരം നമ്മൾ മൊക്കോറോ എന്നൊരു കമാൻഡ് ചെയ്ത് നോക്കാം. മൊക്കോറോ സെലക്ട് ഒബ്ജക്ട്സ് എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, സെലക്ട് ഒബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം, മുഴുവനായിട്ട് സെലക്ട് ചെയ്യാം, എൻ്റർ. ഇനി ഒരു ബേസ് പോയിന്റ് കാണാം. ഈ ബേസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നതും കോപ്പി ചെയ്യുന്നതും റൊട്ടേറ്റ് ചെയ്യുന്നതും സ്കെയിലെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ബേസ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേസ് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് താഴെ കാണാം മൂവ്, കോപ്പി, റൊട്ടേറ്റ്, സ്കെയിൽ ഓർ ബേസ് എന്നൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മൂവാണ്. ആ മൂവിന് വേണ്ടിയിട്ട് M ടൈപ്പ് ചെയ്തു, ഇതാണ് മൂവ് കിട്ടി. ഓക്കെ, ഇനി അതിന് ശേഷം എന്താണ് റൊട്ടേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ RO ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, റൊട്ടേറ്റ്. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഓപ്ഷനാണ് സ്കെയിലിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ SC ടൈപ്പ് ചെയ്യുന്നു. സ്കെയിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 അടിച്ച് നോക്കാം, 2 എൻ്റർ, സ്കെയിൽ ചെയ്യുന്നു. പിന്നെ വരുന്നതാണ് കോപ്പി അല്ലേ. കോപ്പിക്ക് വേണ്ടി നമ്മൾ CO അടിക്കുന്നു, എന്നിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് മാറ്റിയിട്ട് എൻ്റർ അടിക്കുന്നത് കോപ്പി ആകുന്നു. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓട്ടോകാഡ് ഉപയോഗിക്കുന്നവർക്കും സർവേ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.